ഈ അടുത്ത സമയത്ത് എന്നെ പലരും വിളിച്ചത് കരഞ്ഞുകൊണ്ടാണ്. കാരണം അവർ വല്ലാത്ത കടത്തിലാണ്. അതിനേക്കാൾ അവരെ വേദനിപ്പിച്ചത് അവരുടെ വീട്ടുകളിലേക്ക് കടക്കാർ വന്ന് കുടുംബത്തിൻ്റെയും പ്രിയമുള്ളവരുടെയും മുമ്പിൽ വെച്ച് അവരെ വല്ലാത്ത വേദനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞു അഭിമാനം ക്ഷതം വരുത്തിയെന്ന വല്ലാത്ത ദുഃഖം. എൻ്റെ പ്രിയമുള്ളവരോട് വളരെ സ്നേഹത്തോടു കൂടി ഞാനൊരു ചരിത്രം പറയാം. അവിടെ ആരംഭ റസൂൽ പറഞ്ഞ കടത്തിൽ നിന്നുള്ളൊരു പരിഹാരം അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ജുമാ നിസ്കാരത്തിന്റെ ദിവസം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കണ്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നിങ്ങൾ ജുമാ നിസ്കാരത്തിന് വന്നില്ല എന്ന് അന്വേഷിക്കുന്ന പ്രവാചകനോട് പ്രിയമുള്ള സ്വഹാബി പറഞ്ഞു, ഞാൻ റെഡിയായി ജുമായ്ക്ക് വേണ്ടി ഇറങ്ങിയതാ നബിയെ. ഞാനൊരല്പം സ്വർണം ഒരു യഹൂദിക്ക് കൊടുക്കാനുണ്ട്. ആ മനുഷ്യൻ എന്നെ തടഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റാതായത്. ആ സമയത്ത് തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, അല്ലയോ പ്രിയമുള്ള മുആദ് ഇബ്നു ജബലെ, നിങ്ങൾ വേദനിക്കണ്ട. ആകാശം മുട്ടെ നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും, നിങ്ങൾ വലിയ കടത്തിന്മേൽ കടമായി, അത് സ്വർണമാകട്ടെ പണമാകട്ടെ ഏത് രൂപത്തെങ്കിലും കടത്തിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ അവസാനത്തെ അറ്റത്തിലാണോ നിങ്ങൾ ഉള്ളത്, ആ കടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തരുന്ന പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകളുണ്ട്. ആൽ ഇംറാനിലെ 26-27 ആയത്തുകൾ ആത്മാർത്ഥമായി പതിവാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ കടത്തിന് അതെത്ര വലുതാണെങ്കിലും അള്ളാഹു പരിഹാരമാക്കി തരും. ഈമാനോടുകൂടി റബ്ബിനോട് ചോദിക്ക്. ഈ ആയത്തോതി അള്ളാഹ് വെറുതെയാക്കൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.